റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. യുഎസുമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സമ്പദ്വ്യവസ്ഥകളുടെ ആഴത്തിലുള്ള സംയോജനം, കർശന സുരക്ഷ, സൈനിക സഹകരണം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യുഎസുമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് കാർ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫുകൾ മറ്റു രാജ്യങ്ങളുമെല്ലാം നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യുഎസുമായുള്ള പഴയ ബന്ധം അവസാനിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി ഒറ്റവാക്കിൽ കാര്യം വ്യക്തമാക്കിയത്. ട്രംപിന്റെ കാർ താരിഫുകൾ ന്യായീകരിക്കാനാവാത്തതെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അവ രാജ്യങ്ങൾ തമ്മിലുള്ള നിലവിലുള്ള വ്യാപാര കരാറുകളുടെ ലംഘനമാണെന്നും കൂട്ടിച്ചേർത്തു. 1965 ഒപ്പുവെച്ച കാനഡ യുഎസ് ഓട്ടോമോട്ടീവ് ഉൽപ്പന്നങ്ങളുടെ കരാറിനെ കാർണി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ട്രംപ് നടപ്പാക്കാനൊരുങ്ങുന്ന താരിഫിന്റെ പ്രഖ്യാപനത്തോടെ അത് അവസാനിച്ചുവെന്നും കാർണി വ്യക്തമാക്കി. കാനഡക്കാർക്ക് അമേരിക്കയുമായി ശക്തമായ വ്യാപാരബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഏപ്രിൽ 2 മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നും വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അടുത്ത ദിവസം മുതൽ നിരക്കുകൾ ഈടാക്കുമെന്നും ട്രംപ് അറിയിച്ചു. അതേസമയം പുതിയ താരിഫ് നല്ലൊരാശയമല്ല എന്ന് ഫ്രാൻസും ജർമ്മനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മ്യാൻമാറിലും അയൽരാജ്യമായ തായ്ലൻഡിലും അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനത്തിൽ 100 കണക്കിന് ആളുകൾ മരിച്ചതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി ദൌത്യസംഘത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മ്യാൻമാർ ഭരണകൂട മേധാവി മിൻ ഓങ് ഫ്ലൈങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. 6 പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ കെട്ടിടം തകർന്ന നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:30 ഭൂചലനം രേഖപ്പെടുത്തിയത്. ഭൂചലനത്തിൽ മ്യാൻമാറിലെ പ്രശസ്തമായ ആവ പാലം തകരുകയും ഒരു പള്ളി ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഇരു സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശ്വാസകോശാണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. റോമിലെ ജെമേരി ആശുപത്രിയിലെ ബാൽക്കണിയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ പൊതുജനത്തെ കൈവീശി അഭിവാദ്യം ചെയ്തു. 6 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14 മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. ചെറുപ്രായത്തിലെ തന്നെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. കാൽമുട്ടുകളിലെ വേദന ഉൾപ്പെടെ ഉള്ളതിനാൽ വീൽ ചെയർ മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ടിരുന്നു. 2023 അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേ വർഷം തന്നെ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കും അദ്ദേഹം വിധേയനായിരുന്നു. നാട്ടിലെ വിശേഷങ്ങൾ. അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം തമിഴക വെട്ടിക്കഴകുമെന്ന ടിവികെയും ഡിഎംകെയും തമ്മിലായിരിക്കുമെന്ന് നടനും ടിവികെ അധ്യക്ഷനുമായ വിജയ് പറഞ്ഞു. തമിഴ്നാട് ഇതുവരെ കാണാത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം ആയിരിക്കും അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്നും വിജയ് പറഞ്ഞു. അണ്ണാ ഡിഎംകെ പോലുള്ള പാർട്ടികൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കില്ല. ബിജെപിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്നും വിജയ് കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. സ്ത്രീകൾ സംസ്ഥാനത്ത് സുരക്ഷിതരല്ല. ജനങ്ങൾ സ്റ്റാലിന്റെ ഭരണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വിജയ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ സന്ദർശിച്ചതിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം കൊണ്ട് വൃത്തിയാക്കിയെന്ന് ആരോപണം. ബീഹാർ സഹർസ ജില്ലയിലെ ബാൻഗാവിലെ ഭഗവതി സ്ഥാനിലുള്ള ദുർഗാ ക്ഷേത്രത്തിലാണ് സംഭവം. കുടിയേറ്റം നിർത്തുക, ജോലി നൽകുക എന്ന മുദ്രാവാക്യവുമായി നിലവിൽ ബീഹാറിൽ റാലി നടത്തുകയാണ് കനയ്യകുമാർ. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ബീഹാറിൽ താൻ നടത്തുന്ന റാലിക്കിടെയാണ് കനയ്യകുമാർ ക്ഷേത്രത്തിലെത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു ഇത്. ക്ഷേത്ര പരിസരത്തെ മണ്ഡപത്തിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കനയ്യകുമാർ. അദ്ദേഹം മടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം ചിലർ ചേർന്ന് ഈ മണ്ഡപം വൃത്തിയാക്കുകയായിരുന്നു. നഗരപഞ്ചായത്ത് ബൻഗാവ് വാർഡ് കൌൺസിലറായ അമിത് ചൌധരിയായിരുന്നു നേതൃത്വം നൽകിയത്. ഗംഗാജലം ഉപയോഗിച്ചാണ് മണ്ഡപം വൃത്തിയാക്കിയതെന്നാണ് ഇവർ പ്രതികരിച്ചത്. ക്ഷേത്രം വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിൽ പുതിയ വിവാദമാണ് ഈ സംഭവത്തോടെ ഉയർന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചു. ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തുവന്നത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയിൽ സെക്രട്ടറി തലത്തിലാണ് ഈ നിയമനം നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി സാമ്പത്തിക കാര്യങ്ങൾ ഉപദേശിക്കുന്ന സമിതിയിലാണ് നിയമനം നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള 1984 ഇന്ത്യ റവന്യൂ സർവീസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് കുമാർ മിശ്ര. 2018 ഇഡി മേധാവിയായി നിയമിതനായ ശേഷം പലവട്ടം കേന്ദ്ര സർക്കാർ സഞ്ജയ് കുമാർ മിശ്രയുടെ സർവീസ് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. 3ാം തവണയും കാലാവധി നീട്ടിക്കൊടുത്തത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഈ കാലയളവിൽ ഒട്ടേറെ ഉന്നതരുടെ കേസുകളാണ് സഞ്ജയ് കുമാർ മിശ്ര കൈകാര്യം ചെയ്തിരുന്നത്. മുൻ ധനകാര്യമന്ത്രി പി ചിദംബരവും കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അടക്കം പ്രമുഖരുടെ കേസുകൾ നടന്നത് സഞ്ജയ് കുമാർ മിശ്ര ഇഡി മേധാവായിരിക്കുമ്പോഴാണ്. CMRL എക്സാലോജി കരാറിൽ അഴിമതിയുണ്ടെന്ന മാത്യു കുഴൽനാടൻ MLAയുടെ വാദങ്ങൾ തള്ളി ഹൈക്കോടതി. മാസപ്പടി വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. CMRL ഉദ്യോഗസ്ഥരുടെ ഡയറി തെളിവായി സ്വീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. വിശ്വാസ്യതയില്ലാത്ത രേഖകളുടെ അഭാവത്തിൽ മാസപ്പടി രേഖകൾ പരിഗണിക്കാനാവില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ മതിയായതല്ല. സംശയം തോന്നിക്കുന്ന രേഖകൾ മാത്രമാണ് മാത്യു കുഴൽനാടൻ നൽകിയത്. സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനാകില്ല എന്നും ഇത് പൊതുപ്രവർത്തകരെ കളങ്കപ്പെടുന്നതിന് കാരണമാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിചാരണയാണെന്ന വാദവും ഹൈക്കോടതി തള്ളി. വസ്തുതകൾ വിചാരണ കോടതി പരിഗണിച്ചില്ലെന്ന വാദവും സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല.
മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ അദ്ദേഹം സമീപിച്ചത്. അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചാണ് ഹൈക്കോടതി കേസിൽ വാദം പൂർത്തിയാക്കിയത്. കായിക വിശേഷങ്ങൾ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ തോൽവിക്ക് പിന്നാലെ ബ്രസീൽ പരിശീലകൻ ഡോറിവൽ ജൂനിയറിനെ പുറത്താക്കി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ 4-1 അർജന്റീനയോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ബ്രസീൽ പരിശീലനായി ഡോറിവൽ ചുമതലയേറ്റത്. അടുത്ത ലോകകപ്പ് വരെയായിരുന്നു ഡോറിവലിന്റെ കരാർ. എന്നാൽ അർജന്റീനയ്ക്കെതിരെ തോൽവിയോടെ ഡോറിവലിന്റെ കരാർ വെറും 14 മാസത്തിൽ അവസാനിക്കുകയായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനൽ കളിച്ചതാണ് ഡോറിവലിന്റെ പരിശീലനത്തിൽ ബ്രസീൽ കളിച്ച പ്രധാന ടൂർണമെന്റ്. ഡോറിവലിന് പകരക്കാരനായി പോർച്ചുഗീസ് പരിശീലകരായ ഹോർഗെ ജെസ്യൂസിനെയും എവൽ ഹൊറേരയെയും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഡോറിവലിനെ നിയമിക്കുന്നതിന് മുമ്പ് റയൽ മാഡ്രിഡിന്റെ കാർലോ അഞ്ചലോട്ടിയെ ബ്രസീൽ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. അതിനിടെ ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ 4-ാം സ്ഥാനത്താണ്. അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്തു. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.